അല്ല, സൈബർ ആക്രമണങ്ങൾ ഒരു പുതിയ കാര്യമല്ല. കാലാകാലങ്ങളിൽ സൈബർ ആക്രമണങ്ങൾ എല്ലാ ഭാഗത്തും, ഇപ്പോൾ CPM-ൻ്റെ സൈബർ ആക്രമണങ്ങൾ ഉണ്ടാകാറുണ്ട്. അതുപോലെ തന്നെ ഈ സൈബറുകൾ യഥാർത്ഥത്തിൽ കോൺഗ്രസ് പാർട്ടിയുമായി ബന്ധപ്പെട്ട സൈബറുകളല്ല. കോൺഗ്രസ് പാർട്ടിക്ക് അതിനകത്ത് യാതൊരു നിയന്ത്രണവുമില്ല. അപ്പോൾ അതുകൊണ്ട് സൈബർ ആക്രമണങ്ങളുടെ ഉത്തരവാദിത്വം കോൺഗ്രസ് പാർട്ടി ഏറ്റെടുക്കണമെന്ന് പറയുന്നതിനകത്ത് യാതൊരു അർത്ഥവുമില്ല. സൈബർ ആക്രമണങ്ങൾ ആരെങ്കിലും ഏതെങ്കിലും തരത്തിൽ അതിൻ്റെ നിലവാരം വിട്ട് സൈബർ ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അവർക്ക് നിയമപരമായി അതിന് നടപടി സ്വീകരിക്കാനുള്ള സാഹചര്യം കേരളത്തിൽ നമ്മുടെ രാജ്യത്തുണ്ടല്ലോ. അതനുസരിച്ച് അവർ മുന്നോട്ട് പോകണം. പരാതികൾ ഒരുപാട് നേതാക്കന്മാർക്ക് അങ്ങക്ക് ഇത് സംബന്ധിച്ച് എന്തെങ്കിലും പരാതികൾ കിട്ടിയിരുന്നു? അല്ല, എനിക്ക് ഇപ്പോൾ ഒറ്റയ്ക്കുള്ള പരാതി അല്ലല്ലോ, പാർട്ടി മൊത്തത്തിലെടുക്കുന്ന തീരുമാനമാണ്. വ്യാപകമായ പരാതികൾ, ഒരു കേസല്ല. അതാണല്ലോ ഒരു കോൺഗ്രസ് MLA-ക്കെതിരെ ഉയർന്നു വന്നത്. അതൊന്നും മാധ്യമങ്ങളോട് വെളിപ്പെടുത്താൻ ഓരോരുത്തർക്കും പരാതി കിട്ടിയോ, അതിൽ മേൽ എന്താണ് താങ്കളുടെ അഭിപ്രായം എന്നൊക്കെ അഭിപ്രായം ചോദിച്ചാൽ, ഞങ്ങൾ കോൺഗ്രസ് പാർട്ടിയുടെ അഭിപ്രായമാണ്. പാർട്ടി അധ്യക്ഷൻ പറഞ്ഞിട്ടുണ്ട്, അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞിട്ടുണ്ട്, അതോടൊപ്പം തന്നെ AICC-യുടെ ജനറൽ സെക്രട്ടറി അത് ഇന്നും അക്കാര്യത്തെ സംബന്ധിച്ച് മാധ്യമങ്ങളോട് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ മുതിർന്ന നേതാക്കളിൽ തന്നെ ഇക്കാര്യത്തിൽ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. ആ അഭിപ്രായത്തിൽ തന്നെ ഞങ്ങൾ ഉറച്ചു നിൽക്കുന്നു, അതിലൊരു മാറ്റവും വരുത്തിയിട്ടില്ല. ഈ സ്വർണ്ണക്കൊള്ളയെ തുടർന്ന് രാഷ്ട്രീയമായി UDF-നും കോൺഗ്രസിനും ഒക്കെ കേരളത്തിലുണ്ടായിരുന്ന ഒരു അപ്രമാദിത്വം ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിലൂടെ താഴെ പോയില്ലേ? രാഹുൽ പാർട്ടിയെ എല്ലാ തരത്തിലും പ്രതിരോധത്തിലാക്കി. ഈ സമയത്ത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയം ഉയർത്തിക്കൊണ്ട് വന്നതിൽ വലിയ ഗൂഢാലോചനയുണ്ടെന്നാണ് ഞങ്ങൾ കരുതുന്നത്. കാരണം ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് CPM തകർന്നു തരിപ്പണമായി നിൽക്കുകയാണ്. കേരളത്തിലെ ജനങ്ങളുടെ മുന്നിൽ CPM ആകെ മറുപടി പറയാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണ്. അവരുടെ 2 പ്രധാനപ്പെട്ട നേതാക്കൾ ജയിലിൽ കിടക്കുകയാണ്. അതുപോലെ CPM-ൻ്റെ അനുഭാവികളായ 4 ഉദ്യോഗസ്ഥന്മാർ ഇപ്പോൾ ജയിലിൽ കിടക്കുകയാണ്. അവർ നിരന്തരം കോടതിയിൽ കയറി ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്, അന്വേഷണ സംഘത്തിൻ്റെ മുന്നിലാണ്. അപ്പോൾ സ്വാഭാവികമായും കേരളത്തിൽ UDF-ന് അനുകൂലമായ ഒരു രാഷ്ട്രീയ സാഹചര്യം ഇപ്പോൾ നിലനിൽക്കുന്നു. ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ UDF തകർപ്പൻ വിജയം നേടുന്ന ഒരു രാഷ്ട്രീയ അന്തരീക്ഷമാണെന്ന് കേരളത്തിലുള്ളത്. അതിനെ തകർക്കാനും ആ വിജയത്തെ ഇല്ലാതാക്കാനും വേണ്ടി ബോധപൂർവം ഉണ്ടാക്കിയ ഒരു സംഭവമാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന്. കാരണം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയം ഇന്നോ ഇന്നലെ ഉണ്ടായതല്ല, അത് 6 മാസങ്ങൾക്കുണ്ടായ വിഷയമാണ്. ആ വിഷയം പല ഘട്ടത്തിൽ ചർച്ച ചെയ്തതാണ്. അതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് പാർട്ടി ഒരു തീരുമാനമെടുക്കുകയും നടപടി സ്വീകരിക്കുകയും ചെയ്തതാണ്. പക്ഷേ ഈ ഇലക്ഷൻ്റെ മൂർധന്യ അവസ്ഥയിൽ ഈ വിഷയം ഉയർത്തിക്കൊണ്ടുവന്നതിൽ വലിയ ഗൂഢാലോചന ഉണ്ട് എന്നത്. അതല്ല, ഈ വിഷയം ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിന്റെ മൂർധന്യാവസ്ഥയിൽ കോൺഗ്രസിന്റെയും UDF-ന്റെയും വിജയസാധ്യതകളെ അട്ടിമറിക്കാനും ജനങ്ങളിൽ നിന്ന് ഒറ്റപ്പെട്ടു നിൽക്കുന്ന ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റും പിണറായി വിജയൻ ഗവൺമെന്റും അവരുടെ മുഖം രക്ഷിക്കുവാനും വേണ്ടി ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ നിന്ന് ജനശ്രദ്ധ തിരിച്ചുവിടാൻ വേണ്ടി ആസൂത്രിതമായി ഉയർത്തിക്കൊണ്ടുവന്ന ഒരു സംഭവമാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടത്. അതിനെക്കുറിച്ചൊന്നുമല്ല ഞാൻ ചോദിച്ചു. നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് ഞാൻ മറുപടി പറഞ്ഞു. അതിനകത്ത് യുവതിയുടെ അതൊന്നും ഇതിനകത്ത് കൂട്ടിക്കുഴക്കേണ്ട കാര്യമില്ല. അല്ല, നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് രാഷ്ട്രീയമായി ഞാൻ കോൺഗ്രസിന്റെ ഒരു പ്രതിനിധി നിലയിൽ ഞാൻ അതിന് വ്യക്തമായി മറുപടി പറഞ്ഞിട്ടുണ്ട്.